എറണാകുളം ജില്ലയിലെ പിറവത്തിൽ സ്ഥിതി ചെയ്യുന്ന പിറവം കളമ്പൂർക്കാവ് ദേവീക്ഷേത്രം ഭക്തിയും പാരമ്പര്യവും നിറഞ്ഞ ഒരു പുരാതന ക്ഷേത്രമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്നത് ശക്തിസ്വരൂപിണിയായ ദേവിയെയാണ്. പ്രദേശവാസികളുടെ ഗ്രാമദേവിയായും കുടുംബദേവിയായും അമ്മയെ വിശ്വസിക്കുന്നു. ക്ഷേത്രത്തിന്റെ ചരിത്രം ഐതിഹ്യങ്ങളാലും വിശ്വാസങ്ങളാലും സമ്പന്നമാണ്. ഈ നാടിനെ കാത്തുസൂക്ഷിക്കാൻ ദേവി പ്രത്യക്ഷപ്പെട്ടുവെന്നാണ് പഴമക്കാർ പറയുന്നത്. ഇവിടെ നടക്കുന്ന പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ് പാനമഹോത്സവം. ഭക്തിയുടെ അതുല്യമായ പ്രകടനമായി കണക്കാക്കപ്പെടുന്ന ഒരു വിശിഷ്ട ആചാരമാണ് ഇത്. പാനമഹോത്സവ ദിനത്തിൽ പ്രത്യേക പൂജകളും അർച്ചനകളും നടത്തപ്പെടുകയും ഭക്തർ പാനം സമർപ്പിച്ച് അവരുടെ നേർച്ചകൾ നിറവേറ്റുകയും ചെയ്യുന്നു. ക്ഷേത്രപരിസരം ചെണ്ടമേളത്തിന്റെ നാദത്തിലും ഭക്തിഗാനങ്ങളുടെയും മുഴക്കത്തിലും ആത്മീയ ആവേശത്തോടെ നിറഞ്ഞു നിൽക്കുന്നു. ദീപാലങ്കാരത്തിൽ മുങ്ങിയ ക്ഷേത്രത്തിൽ അനന്തമായ സമാധാനവും സന്തോഷവും നിറയ്ക്കുന്നു. വസിക്കും ഭഗവതിയാണിവിടെ. ഉപദേവതയായി ഖണ്ഡാകർണനും രക്ഷസും ശാസ്താവും. മൂവാറ്റുപുഴയാറിൻ തീരെ അമ്മ വസിക്കുന്നു നിത്യം. അഖിലം മുഴുവൻ നിറയും ശക്തിയതാണി ഭഗവതിയും. ദാരികനവനവധിപ്പതിനായി കാളീരുവത്താൽ വേഷം കൊണ്ടിട്ടമ്മ കളമ്പൂക്കാവിൽ വാഴുന്നു. ഖിന്നത പൂണ്ട മനസ്സിനു സാന്ത്വനമായി ഭഗവതിയും. മന്നവനാനന്ദത്തിനു ഹേതു കളമ്പൂക്കാവിലമ്മ. സത്യം നിത്യം വാഴും ഭഗവതി ദർശനമെന്നെന്നും. കളമ്പൂക്കാവിൽ ഭഗവതി ദർശനമൃതം പുണ്യലയം. ജനകോടികളുടെ സാന്ത്വന മന്ത്രം ഭഗവതിയെ ശരണം. ജയഭേരികളുടെ ആരവമെന്നും അമ്മേ ഭഗവതിയെ. കളകളമൊഴുകും ആറിനു തീരെ വാഴും ഭഗവതിയെ. കരുണാമയ്യ അമ്മേ ദേവി ജയ ജയ ഭഗവതിയെ. കിഴക്കു ദർശനമായി വസിക്കും ഭഗവതി ചൈതന്യം. കരുണാമയ്യാമമ്മ കടാക്ഷം പുണ്യം പാവനമാം. ആഗ്രഹമോതും ഭക്തർക്കെന്നും അഭീഷ്ടവരമേതും അമ്മ കടാക്ഷമതാണല്ലോ തവ കാരുണ്യം നിത്യം. കളമ്പൂക്കാവിൽ ദർശനമെന്നും ഭക്തർക്കാനന്ദം. കനിവോടുള്ളൊരു ഭഗവതിയല്ലോ ആശ്രയമായി നിത്യം. മർത്യമനസ്സിനു സൗഖ്യമതേകും ഭഗവതി സാമീപ്യം. ഭക്തർക്കെന്നും തുണയായി നിത്യം അമ്മേ ഭഗവതിയെ.
കളമ്പൂക്കാവിൽ ക്ഷേത്രവിശേഷം പറയാനുണ്ടേറെ. കനിവിൻ സാഗരമാകും ഭഗവതി സന്നിധിയിൽ നിത്യം പൂജകൾ മൂന്നും നടത്തി അമ്മയെ ധ്യാനിച്ചിടുന്നു. എല്ലാവർക്കും തുണയായിട്ടങ്ങനെ ഭഗവതി വാഴുന്നു. മണ്ഡലകാല മഹോത്സവം ഇവിടെ വിശേഷമതാണല്ലോ. വൃശ്ചികമൊന്നു മുതൽക്കേ 41 ദിനങ്ങളിലായി മണ്ഡലകാല മഹോത്സവം ഇവിടെ കൊണ്ടാടിടുന്നു. പുണ്യം കൊണ്ടു പവിത്രിതമായ ദിനങ്ങളിതാണല്ലോ. മണ്ഡലകാലം ഇതെല്ലാ ദിവസവും ഭഗവതി സന്നിധിയിൽ കളവും എഴുത്തും പാട്ടും താളമുണർത്തി പാടുന്നു. ഉപദേവതയായി വാഴും സർപ്പം ചായങ്ങളിലാക്കും. മണ്ഡലകാല മഹോത്സവം അങ്ങനെ ഭക്തനു പുണ്യമതായി. രാത്രിയിൽ മുടിയേറ്റുണ്ടതു ക്ഷേത്രത്തിൽ ഭഗവതി തന്നെ കാളി വേഷം കഥയിൽ മുഖ്യമതേ. ദാരികനെന്നൊരു ദുഷ്ടാസുരരുടെ ദുർഭരണത്താലേ താപസർദേവൻ മാറിവർ ഭിന്നതനാകും കാലമതേ. ഭഗവാൻ ശിവനുടെ തൃക്കണ്ണാലെ ജന്മം കൊണ്ടിട്ട് ഭഗവതി ദാരികനവനെ വധിക്കും കഥയാണതു മുഖ്യം. കുടിലത കൊണ്ടീ ലോകത്തിനൊരു ഖിന്നത ചേർന്നെന്നാൽ ഭഗവതി എന്നും രക്ഷയതായുണ്ടെല്ലാ ലോകത്തും. കളമ്പൂക്കാവിൽ പാനയരേറെ പ്രസിദ്ധമാണല്ലോ. മറ്റൊരിടത്തും കാണാതുള്ളൊരു വിസ്മയമാകുമതേ. പൂരം കുംഭം ചതയം നാളിൽ പടയണിയോടല്ലോ ആരംഭിപ്പതു കളമ്പൂക്കാവിൽ താലപ്പൊലിപ്പൂരം. അനവധി ആളുകൾ പൂരം തുള്ളിയിടും. അമ്മയ്ക്കരികിൽ ഭക്തിയിച്ചു വിളിപ്പൂ ഭഗവതിയെ. പടയാളികളായി അമ്മയ്ക്കൊപ്പം പാനനടയ്ക്കെത്തി വിജയം നേടി മടങ്ങിയിടുന്നു ആർപ്പുവിളികളുമായി. കളമ്പൂക്കാവിൽ പൂരം കൂടാൻ അനവധി ഭക്തജനം അനവധി ദേശങ്ങളിൽ നിന്നായി തണയുന്നു സവിധം. അമ്മയെ ദർശിച്ചന്നം ഭോജിച്ചാത്മസമർപ്പിതമായി പൂരം നാളിൽ പുണ്യം നേടാനെത്തുന്നു ഭക്തർ.
ദിനങ്ങളിൽ ആഘോഷിക്കും പരമഹോത്സവനാൾ. ക്ഷേത്രത്തിൽ നിറയുന്നു ഭക്തർ അമ്മയെ ദർശിക്കാൻ. രണ്ടാം നാളിൽ ആഘോഷിക്കും ചെറിയ പാനയ്ക്കും. മൂന്നാം നാളിൽ വലിയ പാനയ്ക്കും വിശേഷമേറെയതേ.